ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ, നാണമില്ലാത്തവൻ. അയാളെ വിടുത്ത ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. മനസ്സിലായില്ല, ആരാണ്? മനസ്സിലാക്കണ്ട, പേര് പറ. പേര് പറയാൻ സൗകര്യമില്ല, എന്തായാലും താനത് നോക്കി കണ്ടുപിടിക്കുമല്ലോ, അത് മതി. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഇതില് പേര് കാണുന്നത് ആബിദ എന്നാണ്. ഇത് സലാഹുദ്ദീൻ അയ്യൂബി ആണോ? മനസ്സിലായില്ല, പിന്നെന്തോട്ട് പറയുന്നു. എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങുമോനെ, എങ്ങനെയുണ്ട് ദാമോദര എന്റെ ഷാർപ്പ്നെസ്? ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചില്ലേ? എന്തിനിങ്ങനെ കലിപ്പ് സലാഹുദ്ദീനെ? കലിപ്പൊക്കെ ഇനി തുടങ്ങാമുള്ളൂ. ഓ, ഭയങ്കര നോട്ടം. ഏത് യുദ്ധ സന്ദർഭത്തിലാണ് ചോദിച്ചപ്പോ, എന്നിട്ട് പിന്നെ ഉസ്താദിനോട് ചോദിച്ചിട്ട് വന്നിട്ട് അത് യുദ്ധ സന്ദർഭത്തിലല്ല എന്ന് പറഞ്ഞപ്പോ അത് പൊളിഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് ഇപ്പൊ കലിപ്പ്? കലിപ്പല്ല ഭായി, ഇത് കേൾക്കാദ്യം കേക്കാൻ വല്ലതും എന്തായാലും പറയണ്ടേ, നല്ലല്ലേ ഞാൻ കേക്കാ. അത്ര ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പറയാൻ പോണ് നിങ്ങളെ കൊണ്ടൊന്ന് പൂട്ടുതായി ഉള്ള കുട്ടികളല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പറയട്ടെ. പിന്നെ ആരാ തെറ്റിച്ചത്? കുറേശികള് നിങ്ങളെ പറഞ്ഞ ഖുറൈശികളാണത് തെറ്റിച്ചതെന്നുണ്ടെങ്കിൽ എന്തിനാണ് യാസർ അറാഫത്ത് ഇത് വെറും ഹുദൈബിയ സന്ധിയാണെന്ന് പറയണേ? അത് പിന്നെ അത് ശരി, അത് ശരി. നമ്മള് പറയുമ്പോ തിരിച്ച് നിങ്ങളും കേൾക്കണം. അല്ലാതെ വെറും ഒരു കലിപ്പായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ജിഹാദ് ഇറക്കി ഇവിടെ പൊട്ടിത്തെറിക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല കോയ. നമ്മളെ പറയിക്കണം, സാറ് മാത്രം പറഞ്ഞോണ്ടിരുന്ന അങ്ങനെ വേണ്ട. എല്ലാവരും സർവ്വസനാളോടുകൂടി ഞാനും വന്നിരിക്കുന്നത്. തർക്കമാണെങ്കിൽ അട്ടം വരെ തർക്കിക്കാൻ എനിക്കല്ല. അല്ല ചവിട്ടിയതാണില്ല. ഒരു തവണ പോയിട്ട് മൂട്ടിയിട്ട് പൊട്ടിയിട്ട് മൂക്കുമുത്തി വന്നതല്ലേ, അതുകൊണ്ട് വല്ലാതെ ഇട്ട് കുളയ്ക്കണ്ട. ഓക്കെ, എവിടെ ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഏത് കരാറാണ് അവിടെ ലംഘിച്ചത്? ഏത് കരാറ് ലംഘിച്ചതിന്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് നബി സാധനം അവിടെ പൊട്ടിച്ചത് എന്നുള്ളതിന്റെ തെളിവുമായിട്ട് വന്നാൽ ഞാനിത് വീണ്ടും പറയുന്നു, ഞാൻ കലിമ ചൊല്ലും. ഓക്കെ, ഏത് കൂടിയ ഉസ്താദ്, ഏത് കോപ്പിൽ ഉസ്താദാണെങ്കിലും വിളിച്ചോണ്ടോ, അല്ലെങ്കിൽ ഉസ്താദിനെ വിളിക്ക്. അന്ന് വോയിസ് മെസ്സേജ് അയച്ച ഉസ്താദിനെ വിളിക്ക്. ഇപ്പൊ തന്നെ നമുക്ക് ചോദിക്കാലോ. ധൈര്യം ഉണ്ടോ ഡയൽ ചെയ്യാൻ? നമ്പർ പറ, ഞാൻ ഡയൽ ചെയ്യാം. നമ്പർ പറയും, ഞാൻ ഡയൽ ചെയ്യാം ഉസ്താദിനെ. സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടനായരെ, ഞാനിപ്പോ വീഴും. നമ്പറിൽ ഞങ്ങളില്ല, ഞങ്ങൾ പറഞ്ഞു. ഈ സലാഹുദ്ദീന്റെ നമ്പർ അല്ല, സലാഹുദ്ദീൻ ഏതോ ഒരു ഉസ്താദിനോട് ചോദിച്ചിട്ട് എന്തോ പറഞ്ഞോണ്ട് എഴുന്നള്ളിച്ചോണ്ട് വന്നല്ല. ഉസ്താദിനെ വിളിക്ക്. ഉസ്താദിനെ ഞാൻ മുട്ടുകുത്തിച്ച് കാണിച്ചു തരാം. ധൈര്യം ഉണ്ടോ? ധൈര്യം ഉണ്ടോ? നമ്പർ ഇതാ, ഞാൻ ഇപ്പൊ ഡയൽ ചെയ്യാം. ഇവിടെ കോള് ഞാൻ കോൺഫറൻസ് കോൾ ഇടാം. ധൈര്യം ഉണ്ടെങ്കിൽ നമ്പർ ഇട്. ധൈര്യം ഉണ്ടെങ്കിൽ നമ്പർ ഇട്. ആദ്യം വന്നിട്ട് ഇവിടെ ചന്ദ്രനെ പിളർത്തിയത് മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം ജനിച്ച ആള് കണ്ടു എന്ന് പറഞ്ഞ് തള്ളിയ ആളല്ലേ സലാഹുദ്ദീന്? നാണുണ്ടോ? തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ യുദ്ധ സന്ദർഭം ചോദിച്ചിട്ട് യുദ്ധ സന്ദർഭം അല്ലാന്ന് പോയി വന്ന് തെളിഞ്ഞിട്ട് അവിടെയും അതേപോലെ എളിഞ്ഞതല്ലേ? ഇനി എന്തിനാണ് വെറുതെ കിടന്നിട്ട് വീണ്ടും എളിയാൻ നിൽക്കണത്? ഉപദ്രവിക്കരുത്. ഏത് കരാറ് ലംഘിച്ചപ്പോഴാണ് മുഹമ്മദ് നബി യുദ്ധത്തിന് ഇറങ്ങിയെന്ന് പറയൂ? ഏതാണ് ആ കരാർ? ഏത് കരാറാണെന്ന് പറയും. ഇത് വലിയ പുലിവാലായല്ലോ. മുസാഹിബിൽ ഒരു മണ്ണാങ്കട്ട ഇല്ല. സലാഹുദ്ദീന്റെ വായ അടക്കി വെച്ചോ. ഓക്കെ, എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? സലാഹുദ്ദീന്റെ വീട്ടില് ഉമ്മാന്റെ അടുത്തും ബാപ്പാന്റെ അടുത്തും പറയണ വർത്താനം ഇവിടെ പറഞ്ഞാൽ ഞാൻ തിരിച്ച് നമ്മളെ മമ്മദിനെ വിളിക്കും. ഓക്കെ, അപ്പോ വെറുതെ മമ്മദിന്റെ കബറി കിടന്ന് തുമ്മാൻ എന്നെ കൊണ്ട് ഇട വരുത്തിക്കരുത്. അപ്പോ സലാഹുദ്ദീൻ ചെല്ലു. ഇതാണ് എവറി മുസ്ലിം ഇസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ പൊള്ളത്തരങ്ങൾ നമ്മൾ പുറന്ന് ഇതേപോലെ കാണിക്കുമ്പോ നിങ്ങൾ ഇത് എന്തിനീ പൊട്ടിത്തെറിക്കണത്? എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കാറ് വരും. നിങ്ങൾ എന്തിനാ പൊട്ടിത്തെറിക്കണത്? ഒരു വസ്തുത മുന്നോട്ട് പറയുമ്പോ അത് എടുത്താ പോരെ. എന്തിനാണ് ഇങ്ങനെ കടന്ന് തിളയ്ക്കണത്? നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? ചന്ദ്രനെ പിളർത്തിയത് ഇവിടെ കണ്ടു എന്ന് പറഞ്ഞു, അത് പൊളിഞ്ഞു.
ചന്ദ്രനെ പളർത്തിയത് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, മുഹമ്മദ് നബി ചത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു ചങ്ങാതി അവിടെ അത് കണ്ടു എന്നും പറഞ്ഞിട്ട്, മരിക്കുന്നതിന് മുന്നേ ഉള്ള സാധനം എങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആള് കാണുക? ഉറപ്പാണോ എന്ന് ഉറപ്പിച്ചു ചോദിച്ചാൽ ഉറപ്പല്ല. എന്നാ ഉറപ്പാണോ? ഉറപ്പാണ്. പറയുന്നു ഹുദൈബിയ സന്ധി ആദ്യമായിട്ട് ലംഘിച്ചത് ഖുറൈശികളാണ് എന്നുള്ള ആ കള്ളക്കഥ വീണ്ടും ആവർത്തിക്കും. ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ എക്സ് മുസ്ലിം ആയതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഇത് മുസ്ലിങ്ങളുടെ ഒരു വാദമാണ്. ആ കരാറ് ലംഘിച്ചത് ഖുറൈശികളാണ്. അല്ല, 10 വർഷത്തേക്കുണ്ടായ കരാർ അത് 2 വർഷത്തിൽ അത് ലംഘിച്ചത്, ഏകപക്ഷീയമായിട്ട് ലംഘിച്ചത് മുഹമ്മദാണ്. ഈ സാധനത്തെ കൂട്ടുപിടിച്ചിട്ടാണ് ഓസ്ലോ കരാർ ലംഘിക്കുന്ന സമയത്ത് നമ്മളുടെ യാസർ അറാഫത്ത് അതിനെ കൂട്ടുപിടിച്ചത്. എന്താന്ന് പറഞ്ഞത്, ഈ ഓസ്ലോ കരാർ എന്ന് പറഞ്ഞാൽ വെറും ഹുദൈബിയ കരാർ പോലെയാണ്. ജിഹാദികൾ ഏതെങ്കിലും ഒരാൾ അവിടെ ഇരുന്നിട്ട് അയ്യോ അങ്ങനെ പറയരുത്, ഹുദൈബിയ അവര് ഖുറൈശികളല്ലേ ലംഘിച്ചത്, നമ്മളല്ലല്ലോ എന്ന് ആരെങ്കിലും തിരുത്തിയോ? ഇല്ല. എന്താ കാര്യം? കാരണം എന്താണ്, സലാഹുദ്ദീന് മാത്രമേ ഇത് അറിയാത്തുള്ളൂ. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഈ പറയുന്ന ഹുദൈബിയ ലംഘിച്ചത് ആരാണെന്നുള്ളത്. അത് മുഹമ്മദ് നബി ആയിരുന്നു. ഓഹോ, അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണല്ലേ? ഇതൊരു വെറും കഥയല്ല. മുഹമ്മദ് അവിടെ കള്ളത്തരത്തിലൂടെ, വഞ്ചനയിലൂടെ ഏകപക്ഷീയമായിട്ട് അത് ലംഘിച്ചാണ് ആ പറയുന്ന മക്ക വിജയത്തിന് അവിടെ തുടക്കമിടുന്നതും അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നതും. ഇതാണ് ഇസ്ലാമിന്റെ ആ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പോയി പഠിക്കാം. പഴയ തിരണ്ടിവാൽ കഥകൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. നിങ്ങൾക്ക് അറിയുന്ന പാതി വന്ന ഇതേപോലുള്ള വിവരങ്ങളായി വന്ന് ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് പറയുമ്പോൾ പൊട്ടിത്തെറിക്കാൻ പോയിട്ട് ജിഹാദിയായി വന്നാലും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഒച്ചയും ബഹളം ഉണ്ടാക്കി തെറി വിളിച്ച് വാപ്പാക്കും മകും പറഞ്ഞാൽ പോവാം എന്നാണ് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ നടക്കില്ല. മുഹമ്മദിന്റെ തന്തയില്ലായ്മയും അതുപോലെ തന്നെ ഒറ്റപ്പന, കുന്നിൻ ചെരുവിൽ ഒറ്റപ്പനയാണെന്നുള്ളതും നമ്മളിവിടെ വിളമ്പേണ്ടതായിട്ട് വരും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. ബാലു ഇരിക്കുന്ന സ്ഥലം തുടച്ചു കൊടുക്ക്. നിനക്ക് പറ്റിയ പണിയതാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.